Dear students, DBMS ലാബിൻ്റെ അടുത്ത സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്രിയേറ്റ് വ്യൂ സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇതിൽ ക്രിയേറ്റ് വ്യൂ സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി ഒരു വെർച്വൽ ടേബിളാണ്. ഓൾറെഡി നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ബേസ് ചെയ്തുകൊണ്ട് ഒരു വെർച്വൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണ് ഈ വ്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യൂ കണ്ടെയ്ൻസ് റോ ആൻഡ് കോളം ജസ്റ്റ് ലൈക്ക് എ റിയൽ ടേബിൾ. ഒരു റിയൽ ടേബിൾ പോലെ തന്നെ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ഒരു വ്യൂ ആണ്. ഒരു എക്സാമ്പിൾ, നമ്മളൊരു എംപ്ലോയി ടേബിൾ ഉണ്ടെങ്കിൽ ആ എംപ്ലോയി ടേബിളിന് നമുക്ക് എല്ലാ എംപ്ലോയിക്കും ആ ഫുൾ ടേബിൾ കൊടുക്കേണ്ട ആവശ്യം വരില്ല. അതിൻ്റെ കുറച്ച് കോളംസ് മാത്രം നമുക്ക് എംപ്ലോയിയുമായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് വ്യൂ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് പരിചയപ്പെടാം. SQL create a view that shows all customers from India. കസ്റ്റമർ ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ, ഐ ക്രിയേറ്റ് വ്യൂ ഇന്ത്യൻസ് എന്ന് പേരായ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നു. ആസ് സെലക്ട് കസ്റ്റമർ നെയിം, സിറ്റി, കൺട്രി ഫ്രം കസ്റ്റമേഴ്സ് വേർ കൺട്രി ഈക്വൽ ടു ഇന്ത്യ. ഇന്ത്യ എന്ന കൺട്രിയിലുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് ഒരു കസ്റ്റമറിനുള്ള ഒരു ടേബിൾ സെലക്ട് ചെയ്യാം. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെക്കണം. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ്. ഓൾറെഡി നമ്മൾ കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് വ്യൂ ഇന്ത്യൻസ് എന്നാണ് ഞാൻ ആ വ്യൂവിന് പേര് നൽകിയിരിക്കുന്നത്. ആസ് സെലക്ട് കസ്റ്റമർ നെയിം, ഇതിലുള്ള കസ്റ്റമർ നെയിം, സിറ്റി, കൺട്രി, ഇത് കൊണ്ട് നമുക്കൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യണം. ഫ്രം കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിൾ വേർ കൺട്രി ഈക്വൽ ടു ഇന്ത്യ എന്നുള്ള പേരിലുള്ള കൺട്രി നെയിമിലുള്ള ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇനി അത് സെലക്ട് ചെയ്യണമെങ്കിൽ സാധാരണ നമ്മളൊരു ടേബിൾ സെലക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു വ്യൂ സെലക്ട് ചെയ്യുന്നതും വ്യൂ ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ സെലക്ട് സ്റ്റാർട്ട് ഫ്രം ഇന്ത്യൻസ് എന്ന് കൊടുക്കുമ്പോൾ കസ്റ്റമർ നെയിം, സിറ്റി, കൺട്രി എന്നുള്ള ഇന്ത്യ എന്ന പേരിൽ കൺട്രി ഉള്ള ഫീൽഡുകളാണ് നമുക്ക് സെലക്ട് ചെയ്ത് വന്നത്. ഓക്കെ, ഇനി വേറെ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. SQL creates a view that selects every products in the products table with a price higher than the average price. ആവറേജ് പ്രൈസിന് വെച്ച് ഹയർ ആയിട്ടുള്ള പ്രൈസ് വാല്യൂ ഉള്ള പ്രോഡക്ട്സുകളെ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കുറേ ക്രിയേറ്റ് വ്യൂ നെയിം, വി പ്രോഡക്ട്സ് എന്നാണ് വ്യൂ നെയിം കൊടുത്തിരിക്കുന്നത്. ആസ് സെലക്ട് പ്രോഡക്റ്റ് നെയിം പ്രൈസ് ഫ്രം പ്രോഡക്ട്സ് വേർ പ്രൈസ് ഗ്രേറ്റർ ദാൻ ബ്രാക്കറ്റിനുള്ളിൽ സെലക്ട് ആവറേജ് AVG ഓഫ് പ്രൈസ് ഫ്രം പ്രോഡക്ട്സ്. പ്രോഡക്ട്സ് എന്നുള്ള ടേബിളിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് ഉള്ള ടേബിൾ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്രിയേറ്റ് വ്യൂ വി പ്രോഡക്ട്സ് ആസ് വ്യൂ നെയിമാണ് വി പ്രോഡക്ട്സ്. ഓക്കെ, ആസ് സെലക്ട് പ്രോഡക്റ്റ് നെയിം, ഇതിലുള്ള പ്രോഡക്റ്റ് നെയിം, പ്രൈസ്, ഇതാണ് ആ വ്യൂവിൽ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഫ്രം പ്രോഡക്ട്സ് വേർ പ്രൈസ്, ഇതിലുള്ള പ്രൈസ് ഗ്രേറ്റർ ദാൻ സെലക്ട് ആവറേജ് പ്രൈസ്, ഇതിൻ്റെ ആവറേജ് പ്രൈസ് ഗ്രേറ്റർ ദാൻ ആയ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെലക്ട് സ്റ്റാർട്ട് ഫ്രം വ്യൂ നെയിം വി പ്രോഡക്ട്സ് എന്നാണ്, വി പ്രോഡക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് വ്യൂ ചെയ്താൽ ആവറേജ് പ്രൈസ് ഗ്രേറ്റർ ദാൻ
ആവറേജ് പ്രൈസിന് വെച്ച് കൂടുതലുള്ളത് ഓക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. അതിനെ നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം ആ വ്യൂ നെയിം കൊടുക്കാൻ പറ്റും. ഇനി അപ്ഡേറ്റ് വ്യൂ, നമുക്കൊരു വ്യൂ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. കസ്റ്റ് ഐ ഡി കോളം ടു ദി ഇൻഡെൻസ് വ്യൂയിലേക്ക് കസ്റ്റ് ഐ ഡിയും കൂടി ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ഓർ റീപ്ലേസ് വ്യൂ ഇൻഡെൻസ് ആസ് സെലക്ട് കസ്റ്റ് ഐ ഡി കസ്റ്റ് നെയിം സിറ്റി ഫ്രം സിറ്റി കൺട്രി ഫ്രം കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിളിൽ നിന്നും വെയർ കൺട്രി ഈക്വൽ ടു ഇന്ത്യ. പ്രസന്റ്ലി നമുക്ക് സെലക്ട് സ്റ്റാർ ഫ്രം ഇന്ത്യൻ എന്നുള്ള നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത വ്യൂ ഉണ്ടല്ലോ അതിൽ സെലക്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻസ് എന്നാണോ കൊടുത്തത് നോക്കട്ടെ. നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഇന്ത്യൻസ് എന്നാണ്. അപ്പോൾ സെലക്ട് സ്റ്റാർട്ട് ഫ്രം ഇന്ത്യൻസ് എന്ന് കൊടുക്കുമ്പോൾ അതിൽ കസ്റ്റമർ നെയിം സിറ്റി കൺട്രി എന്നാണുള്ളത്. അപ്പോൾ അതിൽ നമുക്കൊരു അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഓൾട്ടർ ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ഓർ റീപ്ലേസ് വ്യൂ എന്നാണ് കൊടുക്കേണ്ടത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ക്രിയേറ്റ് ഓർ റീപ്ലേസ് വ്യൂ ഇന്ത്യൻസ് ആസ് സെലക്ട് കസ്റ്റ് ഐ ഡി കസ്റ്റ് നെയിം സിറ്റി കൺട്രി ഫ്രം കസ്റ്റമേഴ്സ് വേർ കൺട്രി ഈക്വൽ ടു ഇന്ത്യ. ഇനി നമ്മൾ സെലക്ട് സ്റ്റാർട്ട് ഫ്രം ഇന്ത്യൻസ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കസ്റ്റ് ഐ ഡിയും കൂടി ആഡായി വരും. ഓക്കെ, അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ടേബിൾ വ്യൂ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ഓർ റീപ്ലേസ് വ്യൂ, നേരത്തെ ക്രിയേറ്റ് ചെയ്ത വ്യൂ ആണ് ഇന്ത്യൻസ് എന്നുള്ളത്, ആസ് സെലക്ട് കസ്റ്റ് ഐ ഡി കസ്റ്റ് നെയിം സിറ്റി കൺട്രി ഫ്രം കസ്റ്റമേഴ്സ് വെയർ കൺട്രി ഈക്വൽ ടു ഇന്ത്യൻസ് ഇന്ത്യ. ഇതിൽ കൺട്രി ഉള്ളത് ഇന്ത്യ കൊടുത്തിട്ടുള്ള ആ കണ്ടീഷൻ വെച്ചാണ് നമ്മളിത് ക്രിയേറ്റ് ഓർ റീപ്ലേസ് ചെയ്തത്. ഓക്കെ, ഇതാണ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ക്വറി. ഓക്കെ, ഇനി ഇത് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ എ വ്യൂ ഈസ് ഡിലീറ്റഡ് വിത്ത് ഡ്രോപ്പ് വ്യൂ കമാൻഡ്. അതിനുള്ള സിൻടാക്സ് ആണ് ഡ്രോപ്പ് വ്യൂ ഇന്ത്യൻസ് എന്ന് കൊടുത്താൽ ഇന്ത്യൻ എന്നുള്ള വ്യൂ നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡ്രോപ്പ് വ്യൂ ഇന്ത്യൻസ് എന്ന് കൊടുത്താൽ ഇപ്പോൾ ആ ഇന്ത്യൻസ് എന്നുള്ള വ്യൂ നമുക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. വി പ്രോഡക്ട്സ് എന്നുള്ള വ്യൂവും ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡ്രോപ്പ് വ്യൂ വി പ്രോഡക്ട്സ് എന്ന് കൊടുത്താൽ നമുക്ക് വി പ്രോഡക്ട്സ് എന്നുള്ള വ്യൂവും നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, വി പ്രോഡക്റ്റ് നമ്മൾ നേരത്തെ കൊടുത്ത് കറക്റ്റ് നെയിം കൊടുത്തില്ലെങ്കിൽ നമുക്കത് ഡിലീറ്റ് വി പ്രോഡക്റ്റ് എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡ്രോപ്പ് വി പ്രോഡക്റ്റ് എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ അത് വ്യൂ രണ്ട് വ്യൂവും നമുക്ക് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. സെലക്ട് സ്റ്റാർട്ട് ഫ്രം ഇന്ത്യൻസ് എന്ന് കൊടുത്താൽ ആ വ്യൂ ഇപ്പോൾ എക്സിസ്റ്റിംഗ് അല്ല എന്ന് കാണാം. ഇങ്ങനെയാണ് ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നതും അത് അപ്ഡേറ്റ് ചെയ്യുന്നതും അതേപോലെ ആ വ്യൂ ഡിലീറ്റ് ചെയ്യുന്നതുമായി ഉള്ള സ്റ്റെപ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ക്രിയേറ്റ് വ്യൂ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റ് SQL കമാൻഡുകളുമായി പരിചയപ്പെടാം.